കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ, ഐ ലവ് മുഹമ്മദ് എന്ന വീഡിയോ. അതില് ഒരു കമന്റ് വന്നിട്ടുണ്ട് അതിന്റെ താഴെ. കെ രാജീവ് ആർന്നാണ് തോന്നുന്നത് വായിക്കേണ്ടത് ആ പേര്. ഡാ പന്ന ഉസ്താദ് പുത്ര, നീ എല്ലാം ലവ് ചെയ്യോ കുതത്തിൽ അടിക്കോ? അതൊക്കെ മോശം വാക്കുകളാണ്. പിന്നെ ഒന്ന് ഡാ പന്ന, അതൊക്കെ ചിലപ്പോ നിങ്ങൾ പരസ്പരം ശാഖകളിലൊക്കെ വിളിക്കുന്ന ഉടായ്പ ശാഖകൾ ഉണ്ടാവുമല്ലോ, അവിടെ എന്തൊക്കെയൊക്കെ നടക്കുമ്പോൾ വിളിക്കുന്ന പരസ്പരം ഉള്ള വാക്കുകളായിരിക്കും. അതൊന്നും ഈ പൊതുസമൂഹത്തിൽ മറ്റുള്ളവരൊന്നും വിളിക്കാൻ പാടില്ല, അവർ ശ്രദ്ധിക്കണം. അതുപോലെ ഉസ്താദ് പുത്ര, എന്റെ ഉപ്പ ഉസ്താദല്ല, എന്റെ പിതാവ് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് ഞങ്ങളൊക്കെ വളരെ സംസ്കാരത്തോടു കൂടി വലുതാക്കി വളർത്തിയതാണ്. അതുകൊണ്ട് ഇത്തരം മോശം വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കാറില്ല. ശരിക്കും ആ ഒരു വാക്ക് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ സത്യത്തിൽ. പിന്നൊന്ന്, നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന വാക്കുകൾ, പറയുന്ന കാര്യങ്ങൾ ഒന്നും മനസ്സിലാവാറില്ല, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാറില്ല. കാരണം ആ ശാഖകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ, ഉത്തരം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ സെൻകുമാറൊക്കെ കാണുന്നില്ലേ, അയാൾക്കും മനസ്സിലാവുന്നില്ല, ബാക്കിയുള്ളവർക്കും മനസ്സിലാവുന്നില്ല. ഡി ജി പി ഒക്കെ ആയിരുന്ന ആളാണ്, പക്ഷെ എന്താ പറയുന്നത് അയാൾക്കും പറയുന്നത് ഞങ്ങൾക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല, അയാൾക്ക് എന്താ പറ്റിപ്പോയതെന്ന്. ആ കാര്യത്തിൽ വളരെ മാനസിക സംഘർഷത്തോടു കൂടി പലതും കുത്തിവെക്കുകയാണല്ലോ തലയിൽ. ഈ വിഷമത്തോടും വെപ്രാളത്തോടും കൂടി പലതും വിളിച്ച് പറഞ്ഞു പോകുന്നതാണ്. അപ്പോ അത് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല. അതിനുശേഷം താഴെ എഴുതിയിട്ടുള്ളത്, ശല്യപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ഇതുമാതിരി തല്ല് കിട്ടും, തല്ല് മാത്രമായിരിക്കില്ല നെഞ്ചുകൂടെ അരിപ്പയുമായിരിക്കും എന്നൊക്കെ ഭീഷണിയാണ്. ഇതൊക്കെ ക്രൈമാണ് മോനെ, ഇതൊന്നും പറഞ്ഞു തരാൻ ആളുണ്ടാവില്ല, കുത്തി തരാൻ ആളുകൾ ഉണ്ടാവും. അവസാനം നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാര് നിങ്ങളെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കും. അത് പിന്നെ ശാഖയും ഉണ്ടാവില്ല, ഉത്തരവും ഉണ്ടാവില്ല, അലമ്പായിരിക്കും പിന്നെ. അതുകൊണ്ട് ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒക്കെ ഉപയോഗിക്കണം മറ്റുള്ളവർ മുന്നിൽ. ഞാൻ കാസർഗോഡ് നായമർമില്ല, അതായത് വിദ്യാനഗറിനടുത്ത് കളക്ടറിനടുത്തുള്ള ഒരു സ്ഥലത്തിൽ ജീവിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആശയപരമായി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നല്ലാതെ. അല്ലെങ്കിൽ വേണമെങ്കിൽ അങ്ങോട്ട് തരാം, ഞാൻ വരാം, നിങ്ങൾ സ്ഥലം കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത്. അല്ലാതെ ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിച്ച് വെറുതെ എന്തിനാണ് പരസ്പരം മോശമാവുന്നത്? ഇതൊന്നും നല്ലതിനല്ല എന്നുള്ളതാണ് പറയാനുള്ളത് എന്നോട്.